നമസ്കാരം. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കാണുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞതെല്ലാം നടപ്പാക്കിയ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ എടുത്താൽ ഇത്രമാത്രം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ടൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടാവില്ല. 2 ഗവൺമെന്റുകൾ തുടർച്ചയാണല്ലോ. 2018 നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം, 19 ഏതാണ്ട് അതിന്റെ തനിയാവർത്തനം, ഓഖി ചുഴലിക്കാറ്റ്, 20 കോവിഡ് മഹാമാരി, ലോക്ക്ഡൗൺ, നീണ്ട കാലത്തെ ലോക്ക്ഡൗൺ. ഇതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വന്നതാണ് ആദ്യ ഗവൺമെന്റ് നേരിട്ട വെല്ലുവിളിയെങ്കിൽ, രണ്ടാം ഗവൺമെന്റ് വന്നപ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റ് ഒരു ശത്രു രാജ്യത്തോട് എന്നതുപോലെ സ്വീകരിച്ച അങ്ങേയറ്റത്തെ പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ടുള്ള സമീപനം, കേരളത്തിന്റെ നികുതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിച്ചുരുക്കിയത്, കേരളത്തിന് നൽകാമെന്ന് സമ്മതിച്ച തുകകൾ തന്നെ നൽകാതെ പിടിച്ചു വെച്ചത്, ഉദാഹരണം നെല്ല് സംഭരണത്തിന്റെ ഏതാണ്ട് 2000 കോടിയോളം രൂപ നൽകാത്തത്, സമഗ്ര ശിക്ഷ SSKയുടെ ഫണ്ട് പിടിച്ചു വെക്കുന്നത്, ഇങ്ങനെ ഒരു ഭാഗത്ത് വെട്ടിച്ചുരുക്കുക, മറുഭാഗത്ത് തരാമെന്ന് പറഞ്ഞതിന്റെ സമയത്ത് നൽകാതിരിക്കുക. ഈ ശത്രുതാപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം നടത്തിയൊരു ഗവൺമെന്റാണ്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം എടുത്താൽ ദേശീയപാത ഏതാണ്ട് പൂർത്തിയായി. മലയോര ഹൈവേ, ഇന്നിപ്പോൾ നമ്മൾ മലയോര ഹൈവേയുടെ ഒരു സ്ട്രെച്ചിന്റെ ഉദ്ഘാടനത്തിൽ മിലിൻ സോമൻ നഗ്നപാതനായിട്ട് ഓടുന്ന ചിത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു ലോക നിലവാരമുള്ള ഹൈവേയാണ്. തീരദേശ ഹൈവേ, അതുപോലെ ജലപാത, ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ, പിന്നെ ഒരു വിജ്ഞാന സമൂഹമായി, ഒരു നോളജ് എക്കോണമിയായി കേരളത്തെ മാറ്റാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ റീസ്ട്രക്ചറിങ്, പുനഃസംഘാടനം നടത്തിയത്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ 5000 കോടി രൂപയുടെ മുതൽ മുടക്ക്, സ്കൂളുകളെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മാറിയില്ലേ, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ക്ലാസ് മുറികളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ആക്സസ് ഉള്ളത് കേരളത്തിലെ സ്കൂളുകൾക്കാണ്. ഏറ്റവും കൂടുതൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ സ്കൂളുകളിലാണ്. അപ്പോൾ ഈ മാറ്റം ആരോഗ്യ മേഖലയിൽ ഇതേപോലെ വലിയ തോതിലുള്ള പൊതുമുതൽ മുടക്ക്, കിഫ്ബിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പൊതുമുതൽ മുടക്ക്, നമ്മുടെ താലൂക്ക് ആസ്പത്രികൾ, ജില്ലാ ആശുപത്രികൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിലെ എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു സർക്കാർ ആശുപത്രിയിൽ കേരളത്തിലാണ് നടക്കുന്നത്. ഇനി തദ്ദേശ വകുപ്പിന്റെ കാര്യം എടുത്താൽ എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിലെത്തിയ, തദ്ദേശ സേവനങ്ങൾ നേടാൻ ഒരു ഓഫീസിലും കയറണ്ടാത്ത സാഹചര്യം ഉണ്ടാക്കി. വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായി. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലത്. ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം, 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനം, അതുപോലെ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിലുണ്ടായ നേട്ടം, ഇന്ത്യയിൽ ആദ്യമായിട്ട് നഗരനയം ആവിഷ്കരിച്ച സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം. ഇപ്പൊ ഞാൻ ഏതാനും വകുപ്പുകളുടെ മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. വ്യവസായത്തിന്റെ കാര്യം എടുത്താൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നമ്മൾ കൈവരിച്ചത്. ഇപ്പൊ ധനകാര്യ മേഖലയിലെടുത്താൽ ഈ പറഞ്ഞ പ്രതിസന്ധികളുടെ എല്ലാ നടുവിലും എല്ലാ വാഗ്ദാനവും പാലിച്ചു. സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ പെൻഷൻ 2000 ആക്കി, സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കി. എന്താണ് ഒരു ഗവൺമെന്റിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? തദ്ദേശ വകുപ്പ് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വകുപ്പാണ്. സ്വന്തം വകുപ്പിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് എടുത്തു കാട്ടാനുള്ളത് എന്താണ്? ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരേ പ്രാധാന്യം 2 കാര്യങ്ങൾക്ക് കൊടുക്കും. ഒന്ന്, ഇന്ന് ഒരു തദ്ദേശ സേവനം നേടാൻ മലയാളിക്ക് ലോകത്ത് എവിടെയിരിക്കും പറ്റും. അതിന് പഞ്ചായത്ത് ഓഫീസുകളും മുനിസിപ്പൽ ഓഫീസുകളും പോകണ്ട. അവർ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവണമെന്നില്ല. ലോകത്ത് എവിടെയിരുന്നും കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിലെയും സേവനം നേടാം. ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. നിങ്ങളുടെ കെട്ടിടം 3200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ലോ റിസ്ക് ബിൽഡിംഗ് ആണെങ്കിൽ പ്ലാൻ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും. കഴിഞ്ഞ 2 വർഷം K-സ്മാർട്ട് വന്ന ശേഷം 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് കൊടുത്ത ബിൽഡിംഗ് പെർമിറ്റിന്റെ എണ്ണം 2 ലക്ഷമാണ്. 2 ലക്ഷം കവിഞ്ഞു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പണ്ട് കല്യാണം നടത്തുന്ന ചടങ്ങിനേക്കാൾ വലിയ ചടങ്ങാണ് രജിസ്റ്റർ ചെയ്ത് കിട്ടുക എന്നുള്ളത്. ഇപ്പോഴോ
ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നും ചെയ്യാം. ഭാര്യയും ഭർത്താവും ഒരിടത്തുണ്ടാവണമെന്ന് തന്നെയില്ല. വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാം. ഏതാണ്ട് 1,00,000-ഓളം വിവാഹങ്ങൾ കേസ്മാർട്ട് വന്ന ശേഷം രജിസ്റ്റർ ചെയ്തത് നേരിട്ടാരും പോവാതെയാണ്. പോകേണ്ട കാര്യമില്ല. അതുപോലെ കേസ്മാർട്ട് വന്ന ശേഷം 1 കോടിയിലേറെ ഫയലുകൾ തീർപ്പായി. അതിൽ 10 ലക്ഷം ഫയലുകൾ ഒറ്റ മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് തീർപ്പായി. എന്ന് പറഞ്ഞാൽ അപേക്ഷ കിട്ടി 1 മണിക്കൂറിനകം ആ അപേക്ഷയിൽ തീരുമാനം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള ഗവേണൻസിൽ നിന്ന് ഡേറ്റ അധിഷ്ഠിത ഗവേണൻസിലേക്ക് മാറി. ഇനി അടുത്ത ലക്ഷ്യം പ്രെഡിക്റ്റീവ് ഗവേണൻസിലേക്ക് മാറുക. അപേക്ഷ തന്നെ കൊടുക്കണ്ട, അപേക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ആവശ്യം മുൻകൂട്ടി മനസ്സിലാക്കി സിസ്റ്റം അത് മനസ്സിലാക്കി സാധിച്ചു തരുന്ന പ്രെഡിക്റ്റീവ് ഗവേണൻസ്. അതിന് ഒരു 5 വർഷം കൊണ്ട് കേരളം അതിലേക്ക് എത്തും. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് പോകുന്നവരുടെ എണ്ണം 3-1 കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു 2 കൊല്ലം കഴിഞ്ഞാൽ ഒരാളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും പോകില്ല. എൻ്റെ ആവശ്യം വരില്ല. കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ, ലോകത്ത് എവിടെ നിങ്ങൾക്ക് നേടാം. ഓഫീസ് സമയം ഇപ്പോൾ 24/7 ആയിട്ട് മാറി. 10 to 5 എന്നുള്ള ഓഫീസ് സമയം പൊളിച്ചെഴുതി. കാരണം രാത്രി വീട്ടിലെത്തി ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഫയൽ നോക്കി ക്ലിയർ ചെയ്യാം. അല്ല രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടാണെങ്കിൽ അപ്പോഴും ചെയ്യാം. ഫയൽ എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാം. ഏറ്റവും വലിയ നേട്ടം കേസ്മാർട്ടാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനം ചെലവഴിച്ചൊരു കാര്യം ത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് ശുചിത്വമാണ്, മാലിന്യ സംസ്കരണമാണ്. അതിലും വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോൾ കേരളം മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കഠിനമായൊരു കാലം പിന്നിട്ട് കഴിഞ്ഞു. ഇനി ലക്ഷ്യത്തിലെത്താൻ വളരെ അനായാസമാണ്. ആ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ബ്രഹ്മപുരത്തിന് മുമ്പുള്ള കേരളമല്ല ബ്രഹ്മപുരത്തിനും ശേഷമുള്ള കേരളം. ബ്രഹ്മപുരത്തിന് മുമ്പുള്ള കൊച്ചിയല്ല ബ്രഹ്മപുരത്തിന് ശേഷമുള്ള കൊച്ചി. ബ്രഹ്മപുരത്തെ തീപിടുത്തമുണ്ടായപ്പോൾ അണയ്ക്കാൻ 12 ദിവസം തീ ആളിക്കത്തിയതിനൊപ്പം വിവാദങ്ങൾ ആളിക്കത്തി. ബ്രേക്കിംഗ് ന്യൂസ്, ചർച്ച, ഹെഡ്ലൈൻ അല്ലേ. പക്ഷേ പിന്നീട് കേരളത്തിൽ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പിന്നീട് അത് വീണ്ടും ചർച്ചാ വിഷയമാവാതിരുന്നത്? ആ പ്രശ്നത്തെ ഗവൺമെന്റ് ഏറ്റവും ഫലപ്രദമായും ശാസ്ത്രീയമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ ആ വിവാദം പിന്നെ ഒരിക്കലും പൊങ്ങി വരാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഞാൻ അസംബ്ലിയിൽ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ട് പ്രസംഗിച്ചത് ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കുന്നേ ഭയങ്കര പരിഹാസമായിരുന്നു ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇന്നും ബ്രഹ്മപുരം മാറിയില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ഡംപ് സൈറ്റ് 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം ഉമിഞ്ഞു കൂടിയ സ്ഥലം 90% വീണ്ടെടുത്തു. അവിടെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിന്റെ പണി പൂർത്തിയായി, ഉദ്ഘാടനമായി. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസും ഒപ്പം വളവുമാക്കി മാറ്റുന്ന ആ ബയോഗ്യാസ് വ്യാവസായിക ആവശ്യത്തിന് BPCയിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ്, കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റ് റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായത്. റെക്കോർഡ് വേഗത്തിലാണ്. അതുപോലെ കേരളത്തിലാകെ ഈ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 24 ഡംപ് സൈറ്റുകളാണ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്ത് 35 ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. 7 വൻകിട പ്ലാന്റുകളിൽ ഒന്ന് പൂർത്തിയാവാറായി. ബ്രഹ്മപുരത്തിന് പുറമെ പാലക്കാടൊന്ന് പൂർത്തിയാവാറായി. കൊല്ലത്തും കോഴിക്കോട്ടും നിർമ്മാണം ആരംഭിക്കുന്നു. പിന്നെ തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ 7 പ്ലാന്റുകൾ വരികയാണ്. കേരളത്തിലെ റിജക്ട് വേസ്റ്റ് മുഴുവൻ ഇന്ധനമാക്കി മാറ്റാൻ ആവശ്യമായ അത്രയും പ്ലാന്റുകൾ വന്നു കഴിഞ്ഞു. 8 പ്ലാന്റുകൾ. സാനിറ്ററി വേസ്റ്റ് പൂർണ്ണമായിട്ടും സംസ്കരിക്കാനുള്ള ശേഷി 6 മാസം കൊണ്ട് കൈവരിക്കുകയാണ്. കാരണം നമ്മൾ 4 മേഖലാ പ്ലാന്റുകളുടെ പണി തുടങ്ങി. കേരളത്തിൽ 4 റീജിയണൽ പ്ലാന്റ് വരികയാണ്. അതോടുകൂടി 100 ടൺ സാനിറ്ററി വേസ്റ്റ് ഒരു ദിവസം സംസ്കരിക്കാൻ പറ്റും. കേരളത്തിലെ ജനറേഷനും കലക്ഷനും 100 ടണ്ണാണ്. അപ്പോൾ ഈ മാറ്റം ചെറിയ കാര്യമല്ല. 22,000 മിനി MCF ഇന്ന് കേരളത്തിലുണ്ട്. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും MCF ഉണ്ട്. RRFന്റെ എണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പറ്റി. പിന്നെ ഹരിതകർമ്മസേന എന്ന ഒരു വിസ്മയം, ഒരു ദേശീയ മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ പറ്റി. 2024-25 ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,52,000 ടണ്ണ, 15,200 കോടി കിലോഗ്രാം. അടുത്ത കാലത്ത് ഒരു സെമിനാറിൽ ഒരു പ്രമുഖനായ പരിസ്ഥിതി വിദഗ്ധൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷൻ നടത്തുന്നത് കേരളത്തിലെ ഹരിതകർമ്മസേനയാണ്. അത് ഇത്രയും മാലിന്യം, ഈ 1,52,000 ടൺ മാലിന്യം ശേഖരിച്ച് സംസ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ അത് പുറന്തള്ളുമായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 430 ലക്ഷം ടണ്ണാണ് പ്രതിവർഷം. അത് ഒഴിവാക്കുക വഴി ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ മാലിന്യ സംസ്കരണവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
കെ സ്മാർട്ടിന്റെ നേട്ടം വളരെ എന്താ പറയുക വിരൽത്തുമ്പിൽ കിട്ടുന്നതാണ്. അതുപോലെ അനുഭവവേദ്യമാവുന്നതല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാലിന്യ സംസ്കരണം ഇന്ന് എനിക്ക് കിട്ടിയൊരു ഇമെയിൽ മട്ടന്നൂരുകാരനായിട്ടൊരു പ്രവാസിയുടേതാണ്. അയാൾ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ വൃത്തി കണ്ടിട്ട് അതിൽ മതിപ്പും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ടൊരു ഇമെയിൽ എൻ്റെ കൈവശത്തിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ധാരാളം മെയിലുകൾ ദിവസവും കിട്ടുന്നു. ചിലപ്പോൾ പരാതികളും കിട്ടാറുണ്ട്. പക്ഷേ ഇതൊരു വലിയ കാര്യമല്ലേ. പഴയതുപോലെയല്ല. കേരളത്തിൽ പൊതുശുചിത്വം വന്നിരിക്കുന്നു. ബോട്ടിൽ ബൂത്തുകൾ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നു, ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നു. വലിച്ചെറിയരുതെന്നൊരു ബോധം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നു. നമ്മളിനി അതിൽ ചെയ്യാനൊന്നും ബാക്കിയില്ല. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ശുചിത്വ അവബോധം വളർത്താൻ 50,000 സ്കൂൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ശുചിത്വ സ്കോളർഷിപ്പ് 50,000 പേർക്കാണ് എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റിയിൽ 5 ലക്ഷം കുട്ടികളെങ്കിലും പങ്കെടുക്കും. അതിൽ അർഹരാകുന്ന 50,000 പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അത്രയും വീടുകളിൽ ഈ സന്ദേശം എത്തും. മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ദിവസങ്ങളിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് ഈ തെരുവ് നായ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മിനിസ്റ്ററുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഇന്നും അതൊരു വലിയ വിഷയമാണ്. ദിവസവും നമ്മൾ അതിന്റെ വാർത്ത കേൾക്കുകയാണ്. അതിലെന്താണ് സംഭവിച്ചത്? അത് കേരളത്തിൽ മാത്രമാണോ വലിയ വിഷയമാവുന്നത്? അല്ല. എന്തുകൊണ്ടാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങളൊക്കെ കൊടുത്തിരുന്നല്ലോ. ഗുജറാത്ത് ഹൈക്കോടതി വളത്തിനകത്ത് വെച്ചിട്ട് തെരുവ് നായ ഒരാളെ കടിച്ചു. കേസിൽ ഒരു കക്ഷിയെ കടിച്ചു എന്നുള്ളതാണ്. തെരുവ് നായക്ക് ഹൈക്കോടതിയാണെന്നോ പാർലമെന്റ് ആണെന്നോ നിയമസഭയാണെന്നോ മന്ത്രിയാണെന്നോ ഒന്നുള്ള വേർതിരിവില്ല. എന്താണ് ഇതിന്റെ കാരണം? തെരുവ് നായ നിയന്ത്രണത്തിന് അപ്രായോഗികമായ ABC ചട്ടം ഉണ്ടാക്കിയതാണ് ഈ സങ്കീർണതകൾക്കെല്ലാം കാരണമായത്. ഇപ്പോൾ കണക്ക് നോക്കിയാൽ നമുക്കറിയാം. ABC ചട്ടം വരുന്നതിന് മുമ്പുള്ള ഡോഗ് ബൈറ്റിന്റെ എണ്ണവും അതിനുശേഷമുള്ള എണ്ണവും നോക്കിയാൽ പല മടങ്ങാണ് വർധനവ് ABC ചട്ടം വന്ന ശേഷം. എന്ന് പറഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ ചട്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇനി നിങ്ങൾ പോയിട്ട് പട്ടിയെ പിടിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവും? ആ ABC ചട്ടം പിന്നെ ഈ തെരുവുനായ പ്രശ്നത്തിൽ ടെലിഫോണിൽ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ജേർണലിസ്റ്റ് വിളിച്ചു. അപ്പൊ ഞാൻ ABC ചട്ടം എന്ന് പറയുന്നത് അവർക്ക് അറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് വരും, എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ നടത്താം. എന്താണ് ABC ചട്ടം പറയുന്നത്? ഒരു തെരുവുനായയെ പിടിച്ച് കൊണ്ടുവന്ന് ABC കേന്ദ്രത്തിൽ വെച്ച് വന്ധ്യംകരണം നടത്തി 6 ദിവസം ശുശ്രൂഷിച്ച് മുറിവുണങ്ങിയെന്ന് ഉറപ്പാക്കി, ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കി, പിടിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിടണം. ഇനി ABC കേന്ദ്രം ഇതിൽ എന്തെല്ലാം സൗകര്യം വേണം അതും ചട്ടത്തിൽ പറയുന്നുണ്ട്. 832 നമ്മുടെ കേന്ദ്രങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് പൂട്ടിയതേ ഈ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാ. എന്തൊക്കെ വേണമെന്ന് അറിയാമോ? എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ യൂണിറ്റ്, പിന്നെ ഇത്ര നീളവും ഇത്ര വീതിയുമുള്ള കൂടുകൾ. അതിന് നീളം വീതിയും തെറ്റിപ്പോയാൽ അതിന് അനുമതി പോകും. പിന്നെ CCTV, പിന്നെ റെഫ്രിജറേറ്റർ, ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളെല്ലാം ഉള്ള ABC കേന്ദ്രത്തിലെ പ്രവർത്തനാനുമതി കിട്ടും. അല്ലാത്തതിനൊക്കെ പൂട്ടി. ഈ അപ്രായോഗികമായ ചട്ടം വെച്ചിട്ട് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് തെരുവുനായ്ക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക? അല്ല, മറ്റ് പല കാര്യങ്ങളിലും കേരളത്തിൻ്റെതായ ഒരു മാതൃക സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അവിടെ എന്തുകൊണ്ട് കേരളത്തിന് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു തനത് രീതി അല്ലെങ്കിൽ മാർഗം തേടിക്കൂടാ? തനത് രീതി ആർക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾ പല ചർച്ചയും നടത്തി, നിരവധി ചർച്ചകൾ നടത്തി, നിരവധി പരീക്ഷണങ്ങൾ നടത്തി. ലക്ഷക്കണക്കിന് ഇത് ഈ പട്ടി പ്രസവിക്കുന്ന 6 മാസം കൂടുമ്പോഴും മറ്റുമാണല്ലോ അല്ലെ? ഓരോ പ്രസവത്തിൽ 8-10 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഇതിനെ നിയന്ത്രിക്കാൻ ഒരു നിർദ്ദേശം ഇതുവരെ ഞാൻ ചർച്ച ചെയ്യാൻ ആരും ബാക്കിയില്ല. കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി അത് വെറ്റിനറി അസോസിയേഷൻകാരുമായിട്ട് ചർച്ച നടത്തി. അവർ പറഞ്ഞു സാർ ഒറ്റ പരിഹാരമേ ഉള്ളൂ, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. മനസ്സിലായോ? ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടോ? ആർക്കും വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ലല്ലോ. സുപ്രീം കോടതി പോയി കേസുമായിട്ട് എത്രയായി നടക്കാൻ തുടങ്ങിയിട്ട്? സുപ്രീം കോടതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ആദ്യം ഒരു ഉത്തരവിറക്കും, ആ ഉത്തരവിന് വിരുദ്ധമായ ഉത്തരവ് പിന്നെ ഇറക്കും അല്ലെ? ആദ്യം സുപ്രീം കോടതി എന്ന് പറഞ്ഞു എല്ലാ തെരുവുനായും പിടിച്ചുകൊണ്ട് ഷെൽട്ടറിലിടണം. പിന്നെ അത് തിരുത്തി. പിന്നെന്ന് പറഞ്ഞു തെരുവുനായെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ചാൽ പിടിച്ച സ്ഥലത്ത് വിടണമെന്നില്ല. ഇത് രാജ്യമാകെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. സുപ്രീം കോടതിക്ക് ഇതുവരെ ഇതിൽ പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് ABC ചട്ടം പൊളിച്ചെഴുതണം, അപ്രായോഗികമായ ഒന്നിനും കൊള്ളാത്ത ABC ചട്ടം മാറ്റണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു പരിഹാരം ഉണ്ടാക്കി തരണം.
കോടതി അഭിപ്രായം തേടുമ്പോൾ നമുക്ക് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം തരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. തേടിയിട്ടുണ്ട് കോടതി. ഇല്ല, കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയ ബെഞ്ചിന്റെ മുമ്പിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് മന്ത്രി അത് ദേശീയ തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നമല്ല. ABC ചട്ടം നമ്മുടേതല്ല. ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയവർക്കേ അത് പരിഹരിക്കാൻ പറ്റൂ. നമുക്ക് ആ ചട്ടത്തിൽ നമ്മൾ ശ്രമിച്ചല്ലോ, നമ്മളൊരു നിയമം ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ നിയമോപദേശം അത് പറ്റില്ല എന്നുള്ളതാണ്. ആ ചട്ടത്തിനെതിരായിട്ടുള്ള നിയമം കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പാണല്ലോ എക്സൈസ് വകുപ്പ്. മിന്നൽ മാജിക് ആണ് വലിയ ചർച്ച. പണ്ട് ലഹരിക്കെതിരെ മെഴുകുതിരി കത്തിച്ച MP രാജേഷ് ട്രോളായി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഒരു MP രാജേഷ് അല്ല, എക്സൈസിന്റെ മന്ത്രിയാണ്. എക്സൈസ് മന്ത്രി ആയതുകൊണ്ട് ഞാൻ ആ ജോലി നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ അതില്. അതിപ്പോ MG രേണുക കോളേജിൽ പഠിക്കുന്ന കാലത്ത് രേണുകയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അന്ന് ചെയ്ത കാര്യമല്ലല്ലോ ഇപ്പൊ ചെയ്യുന്നത്. മന്ത്രിയായിരുന്നപ്പോ ലഹരിക്കെതിരെ മെഴുകുതിരി. ലഹരിക്കെതിരാണ്, അതിന് സംശയമില്ല. ലഹരിക്കെതിരെ തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള വിപത്ത് മയക്കുമരുന്നാണ്. അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗാണ്. MDMA ഒക്കെ പോലുള്ള മാരകമായിട്ടുള്ള ലഹരി. എല്ലാ ലഹരിയും ഒരേപോലെ നമ്മൾ കാണുന്നത് കാര്യമില്ല. ലഹരി പൊതുവിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, പൊതുവിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിൽ തന്നെ ഈ വേർതിരിവ് നമുക്കുണ്ടാവണം. മുമ്പ് ഒരു 15-20 കൊല്ലം മുമ്പ് നമുക്ക് ഈ സിന്തറ്റിക് ഡ്രഗിന്റെ ഇത്രയും വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ വെല്ലുവിളി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിക്കുക, പുതിയ തലമുറയെ അതിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് പ്രയോറിറ്റി. ബാറുകളുടെ എണ്ണം ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 29 ആണ്. അതിപ്പോൾ 884. യഥാർത്ഥത്തില് ഈ 29 എന്ന് പറഞ്ഞാൽ വൈൻ പാർലറും ബിയർ പാർലറും ഒക്കെ കൂട്ടിയാൽ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ അതിന്റെ 30 ഇരട്ടിയായി ഇപ്പോൾ ബാറുകളുടെ എണ്ണം കൂടി. 29 അല്ല ശരി, ഇതെല്ലാം കൂടുമ്പോ ഇതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടായിരുന്നു, വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലും കൃത്യമായിട്ട് ഓർക്കുന്നില്ലേ? ഇപ്പോൾ അതിലും കൂടുതലാണ്. 30% എണ്ണം കൂടിയിട്ടുണ്ട്. അത് വളരെ സുതാര്യമായിട്ട് ബാർ ലൈസൻസ് അനുവദിക്കുന്നത്. അതിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് എന്ത് വരുന്നത്? അഴിമതി വരുന്നത്. എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് വിവേചനാധികാരം ഉള്ളപ്പോഴാണ് ഇന്ന ബാറിന് കൊടുക്കാം, ഇന്ന ബാറിന് കൊടുക്കില്ല, വേണമെങ്കിൽ മന്ത്രിക്ക് നിരസിക്കാം. അങ്ങനെ വരുമ്പോഴാണ് അഴിമതിയുടെ സാധ്യത ഉണ്ടാകുന്നത്. ഇവിടെ അതില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സൈസ് പരിശോധിച്ച് നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്, 13 കാര്യങ്ങളുണ്ട്. ആ 13 കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടോ, പാലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മന്ത്രി പിടിച്ചു വെക്കാൻ പറ്റില്ല. അഴിമതിയല്ല, അത് മന്ത്രിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോ ഇതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്? ഇതിനു മുമ്പ് LDF-ന് മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് അനുവദിക്കാനോ അനുവദിക്കാതിരിക്കാനുള്ള അധികാരം മന്ത്രിയിൽ, സർക്കാരിൽ നിക്ഷിപ്തമാക്കുകയാണ്. അത് മറ്റൊരു സാധ്യത തുറന്നു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അഴിമതിയല്ല, മദ്യം ഒഴുക്കുന്ന മന്ത്രിയായി MP രാജേഷ് മാറിയിട്ടില്ല, തിരിച്ചാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രചരണം. പോസ്റ്റ് ട്രൂത്ത് കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പ്രചരണം ഒന്നും വാസ്തവം വേറൊന്നുമാണ്. മദ്യത്തിന്റെ ഉപഭോഗം കുറയാണ് ചെയ്തിട്ടുള്ളത്. കണക്കുകൾ ഞാൻ അസംബ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കണക്ക് നോക്കിയാൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിലും ഈ കാലാനുസൃതമായിട്ടുള്ള ടാക്സിന്റെ ഒക്കെ വർധനവ് കൊണ്ടുണ്ടായിട്ടുണ്ടെന്നല്ലാതെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം യഥാർത്ഥത്തിൽ കുറയാണ് ചെയ്തിട്ടുള്ളത്. വിൽപ്പനയുടെ അളവ് കേസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കുറയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നാട് മുഴുവൻ ഇങ്ങനെ പ്രതീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ബാറിന്റെ പ്രവൃത്തി സമയം കൂടി. അതെ, അതായിക്കോട്ടെ. പക്ഷെ വിൽപ്പന കൂടിയിട്ടില്ല ഞാൻ പറഞ്ഞത്. വിൽപ്പന കൂടിയിട്ടില്ല എന്ന് കണക്കുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. അസംബ്ലി പറഞ്ഞതല്ലേ ഈ കണക്കുകളൊക്കെ. പക്ഷേ ഈ ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു നീക്കം നടത്തിയതെന്ന് പറഞ്ഞല്ലോ. വേണമെങ്കിൽ കുറഞ്ഞ സമയമാക്കി ഏകീകരിക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ എത്രയോ കാലമായിട്ട് ടൂറിസം മേഖലയിൽ നിന്നുള്ളവരുടെ ആവശ്യമായിരുന്നു. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു. കേരളത്തിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷനിലെ അല്ലാത്ത ഏകീകരിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേതുമായിട്ട് കൂടി ഏകീകരിക്കുകയാണ് ചെയ്തത്. എത്രയാ ബാംഗ്ലൂരിലെ സമയം? രാവിലെ 9 മുതൽ രാത്രി 1 മണി വരെ, പുലർച്ചെ 1 മണി വരെയാണ്.
പുലർച്ചെ 1 മണി വരെ. നമ്മളിപ്പോ 10 to 12 ആക്കി, ഇപ്പോഴാണ് ആക്കിയത്. മറ്റേത് നേരത്തെ മുതൽ 9 to 1 ആണ്. തമിഴ്നാട്ടിലോ 5 സ്റ്റാർ ഹോട്ടൽ 24 മണിക്കൂർ 24/7 ആണ്. തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കും. മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ അല്ല ഇന്ത്യയുടെ മറ്റ് ഭാഗമാണ് കേരളം. സംസ്ഥാനങ്ങളുമായി ഇന്ത്യയിലെ ഭാഗമാണ് കേരളം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനവും കേരളത്തിന്റെ എക്കോണമി ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ടൂറിസം എന്നത്. ടൂറിസം മേഖലയിലെ, IT മേഖലയിലെ, മറ്റ് ബിസിനസ് ഇൻഡസ്ട്രി മേഖലകളിൽ നിന്നെല്ലാം ഉള്ളവരുടെ എത്രയോ കാലത്തെ ആവശ്യമാണ്. പിന്നെ കേരളത്തിൽ ഒരു സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത്, ലോകത്താകെ മാറ്റം വന്നു, ഗൾഫിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അനാവശ്യ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് ലിബറലായി മാറി, നിങ്ങൾ എന്താണ് ഈ ലോകത്തെ മാറ്റം കാണാത്തത് എന്നൊരു ഭാഗം ചോദിക്കുന്നു. മറുഭാഗം ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? ഈ 2 യാഥാർത്ഥ്യമുണ്ട്. രണ്ടും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ നിയന്ത്രണവും സർക്കാർ ഒഴിവാക്കിയിട്ടില്ല, ചില നിയന്ത്രണങ്ങൾ അല്പം ഇളവ് വരുത്തി. പക്ഷേ സഭയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം അതിനെതിരെ, സർക്കാരിനെതിരെ ഉയർത്തുകയാണ്. അല്ല, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവര് ഈ പ്രചരണം, ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണം തുടരട്ടെ, ആ പ്രചരണത്തിലൂടെ കൂടുതൽ ആളുകളെ പിന്തിരിപ്പിക്കട്ടെ. സർക്കാരിന് അങ്ങനെ ഒരു ബാധ്യതയില്ലേ? അതിനോട് സർക്കാരിന് യാതൊരു വിയോജിപ്പുമില്ല. സർക്കാരിന് അങ്ങനെ ഒരു ബാധ്യതയില്ലേ? സർക്കാരിന്റെ നയം മദ്യനിരോധനമല്ല. ലോകത്തെവിടെ മദ്യനിരോധനം വിജയിച്ചിട്ടുള്ളത്? ഒറ്റ സ്ഥലം പറയാമോ? ഒരു സ്ഥലം. ഇപ്പോ ഏറ്റവും കൂടുതൽ വിഷമദ്യ ദുരന്തം നടക്കുന്നത് എവിടെയാണ്? മദ്യം നിരോധിച്ച സ്ഥലത്താണ്. കേരളത്തില് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു ഫാഷനായിട്ടോ അല്ലെങ്കിൽ കയ്യടിക്കോ വേണ്ടി പറയാന്നുള്ളത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹത്തിലും, അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിലും മദ്യനിരോധനം ഇല്ല എന്ന് നോക്കണം. ഞാനതാ പറഞ്ഞത്, ഗൾഫിൽ വന്ന മാറ്റം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഗൾഫിൽ വന്ന മാറ്റം അതെന്താ? അവിടെ മാറാമെങ്കിൽ ഇവിടെ 1 മണിക്കൂർ സമയം കുറയ്ക്കുന്നത് ഇത്ര വലിയ പാതകമാവുന്നത് എങ്ങനെയാണ്? ഇവിടിപ്പോ ലഹരിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി എടുത്തുകൊണ്ട് മാത്രമേ അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന മിനിസ്റ്റർ തന്നെയാണ് പറയുന്നത് മദ്യത്തിൽ അമിത നിയന്ത്രണം കൊണ്ടുവരുന്നത് ശരിയല്ല, അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കില്ല എന്ന്. അത് തമ്മിലൊരു വൈരുദ്ധ്യമില്ല. നമ്മൾ ഇന്ന് നേരിടുന്ന മാരക വിപത്തേത മദ്യത്തെക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഉയർത്തുന്നതാണ്. മയക്കുമരുന്ന് ആണ്, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗാണ് മാരകമായ വിപത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാത്തിനെയും സാമാന്യവൽക്കരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരുതരമായ പ്രശ്നത്തിൽ ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെ സർക്കാർ സ്വീകരിച്ചു. ഇപ്പോ ഓപ്പറേഷൻ ഡി ഹണ്ടും അതുപോലെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും എക്സൈസും പോലീസും ചേർന്ന് നടത്തിയപ്പോ ഉരുക്കുമുഷ്ടി കൊണ്ടല്ലേ അടിച്ചമർത്തിയത് മയക്കുമരുന്ന് മാഫിയ. അപ്പോൾ അങ്ങനെ അടിച്ചമർത്തിയാൽ ലഹരി ഉപയോഗം കുറയ്ക്കാനാകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിയന്ത്രണം കൊണ്ടുവന്നാൽ മദ്യ ഉപയോഗം കുറയ്ക്കാനാകില്ല എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ വ്യത്യാസം ഏത് കൊച്ചുകുട്ടിക്ക് അറിയുന്നതാണ്. MDMA പോലെയാണോ മദ്യം? ഹാഷിഷും ബ്രൗൺ ഷുഗറും പോലെയാണോ മദ്യം? ആ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യത്യാസം ഞാൻ പറഞ്ഞത് നടപടികളിലാണ്. നിരോധനമോ നിയന്ത്രണമോ ഈ ഉപഭോഗം കുറയ്ക്കില്ല, ആസക്തി കൂട്ടുകയേ ഉള്ളൂ എന്ന് പറയുന്നു. മദ്യം നിരോധിക്കുക എന്നതല്ല നയം എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തലാണ് നയം. മയക്കുമരുന്നിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമ്പോൾ അതിന്റെ ഉപയോഗവും ആസക്തിയും കുറയുമെന്ന് കരുതുന്നു. ആ നിയന്ത്രണം എന്തുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിലില്ല? അപ്പോൾ ആ മദ്യത്തിന്റെ കാര്യത്തിൽ അതല്ല നയം. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ലോകത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിലും അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലഹരി അടിച്ചമർത്തിയേ പറ്റൂ. ഏത് ലഹരിയല്ല, മയക്കുമരുന്ന് അത് അടിച്ചമർത്തിയേ പറ്റൂ. കാരണം രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ. MDMA കഴിക്കുന്ന ഒരാൾക്ക് പിന്നെ മറ്റേ മുന്നിലിരിക്കുന്നത് ഒരു രൂപം മാത്രമാണ്. അവിടെ മറ്റേ MP രാജേഷ് എന്നില്ല, രേണുക എന്നില്ല, അല്ലെങ്കിൽ അച്ഛനെന്നില്ല, അമ്മയെന്നില്ല, ഒരു വ്യത്യാസമില്ല. ഒരു രൂപം എന്ന് മാത്രമാണ്. അത് മനുഷ്യനെ അത്രമാത്രം നശിപ്പിച്ചു കളയും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തായാലും ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്ന കാര്യം പ്രതിപക്ഷത്തോടു കൂടി ആലോചിച്ചു എന്ന് മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് VD സതീശൻ പറഞ്ഞു ഫോണിൽ പോലും ഒരു സംസാരവും നടന്നിട്ടില്ലായിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ? ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷത്തോട് വേറൊരു ചോദ്യം കൂടി എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ കാര്യത്തിൽ നിന്ന്? അതിനുള്ള ഉത്തരം കേട്ടിരുന്നോ? അങ്ങനെ ഒരു ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് മിനിസ്റ്റർ അപ്പോ അങ്ങനെ പറഞ്ഞത്. ഉത്തരം കേട്ടിരുന്നോ? സെലക്റ്റീവായിട്ടാണ് കേൾക്കുന്നത്, അതാണ് പ്രശ്നം. അതിനുള്ള ഉത്തരം ഞങ്ങളൊന്ന് പഠിച്ചിട്ട് പറയാമെന്നാണ്. നിയമസഭ തീർന്നു, പഠിച്ചില്ല അതുവരെ. ആ കോൺഫിഡൻസ് ആണോ? ആ കോൺഫിഡൻസ് കൊണ്ടാണ്.
ഒന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയല്ലേ ചെയ്തത്, അവരവരുടെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയും ചെയ്തത്. അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ സർക്കാർ ഇക്കാര്യത്തിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അവരുടെ കാലത്തുള്ള ആവശ്യമാണ്, ഞങ്ങളുള്ളപ്പോഴുള്ള ആവശ്യമാണ്. ഞങ്ങളോട് ഒട്ടേറെ പേർ ചോദിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ സംരംഭക, IT ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ടൂറിസം, ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ ചോദിക്കുന്നത്, ഈ കാലം മാറിയതും ലോകം മാറുന്നതും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലൊരു മാറ്റം വരുത്താത്തത് എന്നാണ് ചോദിക്കുന്നത്. ആ മാറ്റം വരുത്താൻ മടിച്ചു നിന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു വിവാദം ഉണ്ടാക്കിയിട്ട് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു വിവാദമില്ല, ഞങ്ങൾക്കും ഇതിനോട് യോജിപ്പാണ് എന്ന് വന്നപ്പോഴാണ്. ഒഫീഷ്യലായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻ ആണോ അത്? തീർച്ചയായിട്ടും. പിന്നെന്താണ് പ്രതിപക്ഷ നേതാവ് അത് തള്ളി പറയുന്നത്? അത് അദ്ദേഹമാണ് മറുപടി വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഒരു ഫോണിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം അത്ര ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ വെറുതെ പറയുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ പ്രതിപക്ഷം ശക്തമായിട്ട് ഇതിനെ എതിർക്കാമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അസംബ്ലി നടക്കുമ്പോഴാണല്ലോ ഇതിനേക്കാൾ നല്ല വേദിയുണ്ടോ സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം? അങ്ങനെ സർക്കാർ എന്തോ ഒരു അന്യായം ഏകപക്ഷീയമായിട്ട് ചെയ്തതാണെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാനുള്ള കാര്യം പറഞ്ഞത്. ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വെല്ലുവിളിയുടെ കാര്യമൊന്നുമല്ല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം സർക്കാർ മുന്നോട്ട് പോയതാ. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടി യോജിപ്പുള്ളൊരു കാര്യം അതുപോലും ഒരു സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രതിപക്ഷത്തിന് ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നെങ്കിൽ ഇതുപോലൊരു സമയത്ത് ഞങ്ങൾ നടപ്പാക്കാൻ പുറപ്പെടേണ്ട കാര്യമുണ്ട്, പുറപ്പെടുവോ? അതിന് അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ശരിയായ കാര്യമേ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞതും ശരിയായ കാര്യമാണ്. ചെയ്ത കുറെ കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കാനുണ്ടെന്ന് പറഞ്ഞു. എണ്ണി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞു. ആ നേട്ടങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ സർക്കാർ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ആ നേട്ടങ്ങൾ പറഞ്ഞു തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ? അതിനും അപ്പുറം കുറെ നെഗറ്റീവായിട്ടുള്ള സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടക്കുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത്. നെഗറ്റീവായിട്ടുള്ള പ്രചരണം ഏത് കാലത്താണ് ഇല്ലാതിരുന്നത്? 2021 എന്തായിരുന്നു പ്രചരണം ഓർക്കുന്നുണ്ടോ? ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഓർക്കണ്ടോ? സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ കുരു, പിന്നെ ഖുറാനുള്ളിൽ സ്വർണം കടത്തിയത്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയത്, കൈതോലെ പായയിൽ പണം കടത്തിയത് എന്നൊക്കെ ആയിരുന്നില്ലേ? ഇനി എന്തായിരുന്നു ബാക്കി? ഞങ്ങൾ 5 ലക്ഷം വീട് കൊടുത്ത കാര്യം പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് എന്താ? ഞാൻ ചോദിച്ചത് അതിനും അപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന മറ്റ് നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങളെ കുറിച്ചിട്ടാണ്. ഇരുണ്ട കാലഘട്ടം അത് നെഗറ്റീവാണ്, വസ്തുതയല്ലേ? അതാണോ കാര്യം? ഞാൻ വിശദീകരിക്കാമല്ലോ. ഇരുണ്ട കാലഘട്ടം ആയിരുന്നില്ലേ? ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത് പവർ കട്ടിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ആയിരുന്നോ? 10 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ട് തേടേണ്ട സാഹചര്യം എന്തെന്ന്? 10 വർഷത്തിന് മുമ്പുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്തിനാ ഇത്ര അലോസരം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അത്ര അലോസരം ഉണ്ടാക്കുന്നത്? അപ്പൊ 10 വർഷം മുമ്പുണ്ടായിരുന്ന UDF ഭരണം മോശമായിരുന്നു എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ പാടില്ലേ? അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. മോഡി നെഹ്റുവിന്റെ കാലം മുതൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെറ്റായ കാര്യങ്ങൾ. ഞങ്ങളുള്ള കാര്യമല്ലേ പറയുന്നത്, അല്ലേ? ഇപ്പൊ 10 വർഷം മുമ്പ് കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു, അത് പറയുന്നത് കുറ്റമാവൂ? പറയാൻ ഒരുപാട് കാര്യങ്ങൾ വികസന നേട്ടമായി 10 വർഷം കയ്യിലുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്? പോസിറ്റീവായ ക്യാമ്പയിനാണ്. 10 വർഷം മുമ്പുണ്ടായ പവർ കട്ട് ഇന്ന് കേരളത്തിന് പഴങ്കഥയായി. അതാണ് ഞങ്ങൾ പറയുന്നത്. 10 വർഷം കൊണ്ട് 10 വർഷത്തിനുള്ളിൽ പവർ കട്ടേ ഉണ്ടായിട്ടില്ല. അത് പോസിറ്റീവ് അല്ലേ? 10 വർഷം മുമ്പ് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചാണ്, ആയിരക്കണക്കിന് സ്കൂളുകൾ. ഇന്നോ സർക്കാർ സ്കൂളുകളുടെ കുട്ടികളുടെ എണ്ണം കൂടി. നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ കേരളം ഇന്ത്യയിൽ 1ാമത് നിൽക്കുകയാണ്. 10 വർഷം മുമ്പുള്ള സർക്കാർ ആശുപത്രി കെട്ടിടം നോക്കൂ, അതാണോ ഇപ്പൊ കിഫ്ബിയുടെ ഫണ്ടിങ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ? 10 വർഷം മുമ്പ് കേരളത്തിൽ നാഷണൽ ഹൈവേ ഉണ്ടോ? നാഷണൽ ഹൈവേ നിർത്തിവെച്ച് പോയതല്ലേ? 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടല്ലേ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയത്? അത് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്നാണോ പറയുന്നത്? അതായത് ഞങ്ങൾ ചെയ്ത നല്ല കാര്യം നോക്കൂ, ഞങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യവും നിങ്ങൾ പറയില്ല, നിങ്ങളും പറയാൻ പാടില്ല. നിങ്ങൾ മിണ്ടാണ്ട വായം പൂട്ടിയിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളെന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണത്? മരിച്ചുപോയ 2 UDF മന്ത്രിമാരുടെ പടം ഉപയോഗിച്ച് വരെ പ്രചരണം നടത്തുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. UDFന്റെ മന്ത്രിമാരായിരുന്നത് കൊണ്ടല്ലേ?
മന്ത്രിയാണ് കാണുന്നത്, അല്ല വ്യക്തിപരമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ആ പ്രചരണങ്ങളിലൊന്നും ഒരു ശരികേടും എം പി അതായത് രാജേഷ് എന്ന വ്യക്തി കാണുന്നില്ല. നോക്കൂ, 10 കൊല്ലം മുമ്പ് പവർ കട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. സത്യമാണെങ്കിൽ ആ സത്യം പറയുന്നതിൽ എന്താ തെറ്റ്? മകനെ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് പണ്ട് മന്ത്രിമാരായിരുന്ന 10 കൊല്ലം മുമ്പ് പുസ്തകം ഓണപരീക്ഷയ്ക്ക് പോലും കൊടുത്തിരുന്നില്ല എന്ന് പറയുമ്പോ ആർക്കാ പൊള്ളുന്നത്? UDF പൊള്ളുന്നത് മനസ്സിലാക്കാം, മാധ്യമങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? UDF അവരുടെ കൊള്ളരുതായ്മകൾ പുറത്തു വരുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയേണ്ടുന്ന ആവശ്യമുണ്ടോ ഇപ്പോൾ എന്നതാണ് ഞാൻ ചോദിച്ചത്. 10 വർഷത്തെ നേട്ടങ്ങൾ പറഞ്ഞാൽ പോരെ എന്നതായിരുന്നു എന്റെ ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ അസ്വസ്ഥത ഉണ്ടാക്കാൻ തന്നെയാണ് 10 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതുന്നവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതിങ്ങനെ ഓർമ്മിപ്പിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത്, അത് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ആ അവസ്ഥയിലേക്ക് ഈ നാട് തിരിച്ചു പോകരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. വി.ഡി. സതീശനെ നുണയനായി ചിത്രീകരിക്കുന്ന ഒരു പേജ് തുടങ്ങി ദിവസവും ആ നുണകൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു തരത്തിലൊരു വ്യക്തിഹത്യയല്ലേ? നോക്കൂ, അതില് വ്യക്തിപരമായിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെയാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് വസ്തുത രണ്ടുമല്ലേ കൊടുക്കുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഞങ്ങൾ ആരോപിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചില വീഡിയോ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് KSEB ലാഭത്തിലായി. ആയിരുന്നോ? ആ പ്രസ്താവന ഞങ്ങൾ കാണിക്കും. അന്ന് വൈദ്യുത മന്ത്രി ഭയങ്കരമായ പ്രതിസന്ധിയാണ്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ബഡായി ഒക്കെ പലരും പറയുന്നുണ്ടാവും. പക്ഷെ ഉള്ളത് പറയാമല്ലോ, സാധാരണ പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതിസന്ധി എന്ന് പറയില്ല, പ്രയാസം എന്ന് പറയും. ഇത് അങ്ങനെയല്ല, പ്രതിസന്ധി തന്നെയാണ്. ഇത് അദ്ദേഹം പറയുന്ന ബൈറ്റും കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ്, അതോ ഇതുപോലുള്ള അവാസ്തവങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ തെറ്റ്? അതിനല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്? കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടത് വലത് മുന്നണികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും കേരളം കണ്ടിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ലെഫ്റ്റാണ്, നെഹ്റുവിയൻ ലെഫ്റ്റാണ് ഞങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ലെഫ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. KSEB ലാഭത്തിലാക്കി എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു അവകാശവാദമായിട്ട് ഇതിനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന്റെ അസംബന്ധം തുറന്നു കാണിക്കാം. പൊതുപണിമുടക്ക് നടന്നു. ഇന്ത്യയിലെ BJP ഒഴികെയുള്ള BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്ന എന്തിനെതിരെയാണ് പൊതുപണിമുടക്ക് നടന്നത്? ലേബർ കോഡിനെതിരെ. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന, തൊഴിലാളികളുടെ ഇതുവരെ പൊരുതി നേടിയ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന ലേബർ കോഡിനെതിരെ. ആ പൊതുപണിമുടക്കിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ച് ട്വീറ്റ് ചെയ്തു. അന്ന് ജാഥ നടത്തുകയും ആ പൊതുപണിമുടക്കിനെ പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത പ്രതിപക്ഷ നേതാവാണ് ഞാൻ ലെഫ്റ്റാണ് എന്ന് പറയുന്നത്. പണ്ട് ഹിറ്റ്ലറെ സ്വയം സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതിനെയാണ് ഓർമ്മ വരുന്നത്. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് തന്നെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അതാണ് നാസി പാർട്ടി. ഞാൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെയാണ് ഞാൻ ലെഫ്റ്റാണ് എന്ന് VD സതീശൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നാട്ടിലൊരു അംഗീകാരം ജനങ്ങളുടെ കിട്ടണമെങ്കിൽ ഇടതുപക്ഷമാണെന്ന് പറയണം എന്നതുകൊണ്ടാണ്. ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ അംഗീകാരം കിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വരുന്നത്. ഇടത് സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ ഇടത് പക്ഷം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സാഹിത്യകാരന്മാർ പോലും ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നില്ല. അവർ അത് തുറന്നു പറയാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ഉദ്ദേശിച്ചത് സച്ചിദാനന്ദ മാഷെ കുറിച്ചാണ് എങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിനെ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തുടർഭരണം അങ്ങനെ തന്നെ അദ്ദേഹം തുടർഭരണം ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഏത് തരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. കുറ്റമുണ്ട് എന്നേ പറഞ്ഞില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്, ഭാഷയ്ക്കും സംസ്കാരത്തിനും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ആരാണെങ്കിലും തുടർച്ചയായിട്ട് ഭരിക്കുന്നവർ മാറി നിൽക്കണം എന്നതാണ് തൻ്റെ ഒരു പൊതുതത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം വിശദീകരിച്ചത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല,
ജനാധിപത്യത്തിൽ ഒരു പൊതുതത്വം എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ബംഗാളിലെ ഗതി തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്നത് കേരളത്തെ കുറിച്ചല്ല എന്ന് എങ്ങനെ വിശദീകരിച്ചാലും അല്ല, അത് ഞാൻ മനസ്സിലാകേണ്ടവർക്ക് പറയുന്നത് മനസ്സിലാകുമല്ലോ. ഇവിടെ കേരളത്തിന് കർണാടകയുടെ ഗതിയും അതുപോലെ മണിപ്പൂരിന്റെ ഗതിയും മഹാരാഷ്ട്രയുടെ ഗതിയും ഒക്കെ ഉണ്ടാവാതിരിക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്. എന്താ കർണാടകയുടെ ഗതി? എന്താ ഉണ്ടായത്? ജയിച്ചവരൊക്കെ BJP പോയി. ഗോവയിൽ ഉണ്ടായത് എന്താ? ജയിച്ചവരെല്ലാം BJP പോയി. എന്തുകൊണ്ടാ കേരള സ്റ്റോറി ഒന്നും രണ്ടും ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് തെലങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? കാരണം എന്തറിയോ? കോൺഗ്രസിന്റെ സ്റ്റോറിയും BJPയുടെ സ്റ്റോറിയും ഒന്നാണ്. അപ്പൊ അതിന് മാർക്കറ്റില്ല. എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി മാത്രം ഉണ്ടാവുന്നത്? കേരളമാണ് വേറിട്ട് നിൽക്കുന്നത്. കേരളമാണ് ഒരു ബദൽ. ആ ബദലിനെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതൊന്നും മനസ്സിലാകാത്ത ഇതൊന്നും തിരിച്ചറിയാത്ത ചിലര് ഉപരിപ്ലവമായി അങ്ങേയറ്റം ലളിതമായി കാര്യങ്ങളെ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള തീസിസുകളൊക്കെ ഉണ്ടാവുന്നത്. എന്റെ ചോദ്യം, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്തൊരു സംസ്ഥാനം ഏതാ വേറെ? കേരളം അല്ലാതെ. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ കണക്കാണ്. ഈ വസ്തുതകളും ചെറിയ കാര്യമാണോ? ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലോ നിങ്ങളുടെ തലയിലിരിക്കുന്ന തൊപ്പിയുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തൂക്കിയ ഒരു ക്രിസ്മസ് സ്റ്റാറിന്റെ പേരിലോ ആക്രമിക്കപ്പെടുകയോ അതൊരു വർഗീയ സംഘർഷമായി മാറുകയോ ചെയ്യാവുന്ന ഒരു കാലത്ത്, അത് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 10 വർഷം ഒരു വർഗീയ സംഘർഷം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നാണോ കരുതുന്നത്? അതാണ് വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇടത് സഹയാത്രികർ എന്ന് പറയുന്നവർ പോലും ഇനി ഒരു തുടർഭരണം വേണ്ട എന്ന് ആഗ്രഹിക്കുകയും ആ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തത് കേരളം കണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സംഭവിച്ചു, അവര് സംഭവിച്ചു. ഏത്? വികസനം ഉണ്ടായിട്ടുണ്ട്, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിദാരിദ്ര്യം മുക്തമാക്കിയിട്ടുണ്ട്, 5 ലക്ഷം ആൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ല. ഇത് തന്നെ തുടർഭരണത്തിനുള്ള കാരണമാണ്. സർക്കാർ രൂപീകരണം മാത്രമാകരുത് ലക്ഷ്യമെന്ന് PK പോക്കർ ഇന്ന് പറഞ്ഞ സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. നോക്കൂ, ഇത് ഇടത് സൈദ്ധാന്തികനായ അദ്ദേഹത്തിന് പോലും പറയേണ്ടി വരുന്നു. നോക്കൂ, അതൊന്നൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം അച്ചടിച്ചു വരികയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത പ്രാധാന്യം കിട്ടുകയും ചെയ്തു. അത് തുടർഭരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതിനുവേണ്ടിയാണോ ആ വിമർശനം? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെയാണ് കാര്യങ്ങളെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തുടർഭരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇന്ന് ഞാനൊരു കാര്യം കൂടി പറയാം. ഇന്നത്തെ പത്രത്തില് ഒക്കെ ഭൂപേൻ ബോറ BJP പോയ വാർത്ത ഒറ്റക്കോളാണ്. ഒറ്റക്കോളം. ആരാ ഭൂപേൻ ബോറ? ആസാമിലെ PCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർട്ടി വിട്ടപ്പോൾ തന്നെ അത് BJPയിലേക്കാണ് എന്ന വാർത്ത ഉണ്ടായിരുന്നു. അപ്പോ അന്നത് നല്ല രീതിയിൽ കൊടുത്തതാണ്. ഇവിടുത്തെ സണ്ണി ജോസഫ്, ഇവിടുത്തെ മുൻ അധ്യക്ഷൻ. അതെ, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സണ്ണി ജോസഫിന്റെ കസേരയിൽ ഇരുന്ന ആൾ, അല്ലെങ്കിൽ ഇവിടുത്തെ K സുധാകരൻ എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാ സമ്മതിക്കാമല്ലോ അല്ലേ? K സുധാകരൻ BJP പോയാൽ പ്രത്യേകിച്ച് അത്ഭുതം ഉണ്ടാവില്ല. കാരണം ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ PCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. BJP പോയാൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോ മാധ്യമങ്ങൾ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങള് ഇവിടെ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അങ്ങേയറ്റത്തെ ശത്രുതയോടെയും പകയോടെയും പെരുമാറുന്ന മാധ്യമ സംഘത്തെ കൂടിയാണ്. മാധ്യമങ്ങളല്ലല്ലോ ഇപ്പോൾ സാറ ജോസഫ് പറയുകയാണ് 3.0 അപകടകരമാണ് എന്ന് പറയുന്നു. മാധ്യമങ്ങളാണ് ഈ പറഞ്ഞ അപവാദ കഥകളെല്ലാം നിർമ്മിച്ചത്. ഇതൊന്നും പറഞ്ഞ മാധ്യമങ്ങളല്ല. ഇറങ്ങിപ്പോയതുപോലെ ബിരിയാണി ചെമ്പ് മുതലുള്ള കഥകൾ പറഞ്ഞവർ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഉദാഹരണം പറയാം. വാളയാർ കേസിൽ ആ അമ്മയെ കേരളത്തിന്റെ അമ്മ എന്ന് വാഴ്ത്തി അവതരിപ്പിച്ചവർ മാധ്യമങ്ങളാണ്. നിങ്ങൾ എന്താ ചെയ്തത്? CBI അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഒട്ടകപ്പക്ഷി മണലിൽ തല പൂഴ്ത്തിയതുപോലെ ആ വാർത്ത തമസ്കരിച്ചവരാണ്. രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ട അമ്മയാണ്. ആ അന്വേഷണം ഒരു വിധിയിലേക്ക് എത്താതെ അവരെ കുറ്റവിചാരണ നടത്തേണ്ടുന്ന കാര്യം മാധ്യമങ്ങൾക്കുണ്ടോ? വിധിയിലെത്തിയിട്ടാണോ നിങ്ങൾ എല്ലാ വാർത്തയും കൊടുത്തിട്ടുള്ളത്? ആണോ? വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം അവരെ വിചാരണ ചെയ്യേണ്ടുന്ന സാഹചര്യം മാധ്യമങ്ങൾക്കുണ്ടോ? ബാക്കിയുള്ളവരെയൊക്കെ വിചാരണ ചെയ്തത് എങ്ങനെയായിരുന്നു? വിചാരണ ചെയ്യണ്ട, വാർത്തയാണോ? വാർത്ത കൊടുത്തോ?
ഒറ്റ പത്രമേ വാർത്ത കൊടുത്തുള്ളൂ. ആ പത്രത്തിന്റെ പേര് ദ ഹിന്ദു എന്നാണ്. വേറൊരു പത്രവും അങ്ങനെ വാർത്തയെ കൊടുത്തില്ല. ഇനി നിങ്ങൾ നാട്ടിലുള്ളവരെ മുഴുവൻ വിചാരണ ചെയ്ത് കുറ്റം ഇപ്പൊ അതല്ലല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറാ ജോസഫിനെ പോലെ, സച്ചിദാനന്ദനെ പോലെ, പി കെ പോക്കറെ പോലെ ഉള്ളവർ, വെള്ളാപ്പള്ളി നരേശനെ പോലെയുള്ളവർ മുസ്ലിം വിഭാഗത്തിനെതിരെ ഇത്രയധികം കാര്യങ്ങൾ വിദ്വേഷപരമായി പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ട് എന്നതാണ് പി കെ പോക്കർ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യം. ആ ഉത്തരവാദിത്വം എം പി രാജേഷ് ഉൾപ്പെടെ ആരെങ്കിലും നിറവേറ്റിയിട്ടുണ്ട്? ഞങ്ങളെല്ലാം നിറവേറ്റിയവരാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് അതിനെ തള്ളിക്കൊണ്ട്. ഞങ്ങൾ ആരും അതിനോട് യോജിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ചിലർ നടത്തുന്ന വിദ്വേഷ പ്രസ്താവനയെ കുറിച്ച് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ഇവിടെയാണല്ലോ, കേരളത്തിൽ വന്നിട്ടാണല്ലോ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് കേരളം സ്വർഗമാണ്, മനുഷ്യർ ഇത്ര സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ വേറെ ഉണ്ടോ, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അദ്ദേഹത്തോട് വരരുതെന്ന് എഴുതിയതല്ല, അത് തള്ളിക്കളഞ്ഞിട്ടാണല്ലോ അദ്ദേഹം വന്നത്. 90ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് നിന്ന് ഇവിടെ വന്നത് ഇത് പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആരാണ് കത്തെഴുതിയത്? കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങോട്ട് വരരുത് എന്ന്. അദ്ദേഹം വരാതിരുന്നോ? എന്താണ് അത്? കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്കുള്ള ഒരു അംഗീകാരവും അതിലുള്ള വിശ്വാസവുമാണ്. നോക്കൂ, അമർത്യാസനോട് വരരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലെ കള്ളങ്ങൾ തുറന്നു കാണിക്കുന്നത് ശരിയാണോ? ഈ കാണിച്ചതൊക്കെ ശരിയാണോ? അമർത്യാസൻ കേരള മാതൃകയെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്ത അമർത്യാസനോട് പറയാണ് നിങ്ങൾ ഈ വിഷൻ 2031 സെമിനാറിൽ പങ്കെടുക്കരുത്. തള്ളിക്കളഞ്ഞില്ലേ അദ്ദേഹം പങ്കെടുത്തില്ലേ? എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള, വിവേകമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. അതുകൊണ്ടാണ് തള്ളിക്കളയുന്നത്. വെള്ളാപ്പള്ളി എപ്പോഴാണ് തള്ളി പറഞ്ഞത്? നിങ്ങളുടെ ഫയലുകൾ പരിശോധിക്കും. CPM സംസ്ഥാന സെക്രട്ടറിയോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിച്ച പ്രസ്താവന നിങ്ങൾ നോക്കൂ, ഫയലുകൾ പരിശോധിക്കൂ. ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ വെള്ളാപ്പള്ളി മലപ്പുറത്തിനെ പറ്റി പറഞ്ഞ പരാമർശം യോജിക്കുന്നില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് വരുന്നറിയോ? പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായിട്ടും ആധികാരികമായിട്ട് വ്യക്തമാക്കേണ്ട സന്ദർഭത്തിലാണ് പോളിറ്റ് ബ്യൂറോയുടെയും സെക്രട്ടേറിയറ്റിലേക്ക് വരിക. ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വം സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിന്റെ കളക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവുന്നത്. വസ്തുതകൾ മനസ്സിലാക്കണം. മനസ്സിലായിട്ട് തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത്, വെള്ളാപ്പള്ളിയെ ആ പരാമർശത്തിന് ശേഷവും ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആദരിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അന്ന് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി സംസാരിച്ചത് എന്താണ് എന്നറിയാമല്ലോ. കാറിൽ കയറ്റും എന്ന് ഞാൻ അദ്ദേഹത്തെ കാറിൽ കയറ്റുന്ന രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് അല്ലെ? ഇവിടെ അതിനേക്കാൾ നോക്കൂ, നിങ്ങൾ എന്തോ ഒരു ഭാഗം മാത്രം കാണുന്നത്. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ ശത്രു മുസ്ലിമും, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയും, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് പറഞ്ഞ ആളുടെ പേര് വെള്ളാപ്പള്ളി എന്നല്ല, ഗോൾവാൾക്കർ എന്നാണ്. സംശയമില്ലല്ലോ. വിചാരധാര അധ്യായം 19 ആന്തരിക ഭീഷണി 1 മുസ്ലിം, 20 അധ്യായം 20 ആന്തരിക ഭീഷണി 2 ക്രിസ്ത്യാനി, ആന്തരിക ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ. ഗോൾവാൾക്കർ എഴുതിയതാണ്. ആ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിനീത വിധേയനായി ഭവ്യതയോടെ നിലവിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ചോദ്യമില്ല, പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു ഭാഗ്യം ചെയ്ത ആളില്ല. കാരണം ഒരു അസൗകര്യമുള്ള ചോദ്യവും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കില്ല, അദ്ദേഹത്തിന് മറുപടി തരേണ്ട കാര്യമില്ല. നോക്കൂ, അതേ പ്രതിപക്ഷ നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞു ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല, അത് ഉപേക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന്. അല്ലേ? വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ അപ്പോൾ എം പി രാജേഷ് തള്ളിക്കളയും. ഗോൾവാക്കറിന്റെ മുമ്പിൽ വിളക്കുകൊളുത്തിയ സതീശനെ അങ്ങ് ന്യായീകരിക്കും? ഞാൻ ന്യായീകരിച്ചിട്ടില്ല. അപ്പൊ അതിനോളം വലിയ, അല്ലെങ്കിൽ അത് തെറ്റാണോ ഇതും തെറ്റാണോ? ഞങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഞാൻ ന്യായീകരിച്ചിട്ടില്ലല്ലോ. ഒരു വർഗീയ പരാമർശത്തെയും ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ചുള്ള ഒരു പരാമർശത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അഡ്വാൻസ് ആയിട്ട് തള്ളി പറയാം. ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അവരുടെ പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണ് എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഇന്ന് കിരൺ റിജിജു ഇവിടെ ഭരണം
നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. അതെ, മാച്ച് ഫിക്സിംഗ് ആണത്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആണ്. കിരൺ റിജിജു എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ഭരണം നേടും എന്നുള്ളത്? എന്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ്? കർണാടകയിൽ നിന്ന് കോൺഗ്രസ് MLA-മാരെ അടർത്തിയെടുത്ത് ഭരണം ഉണ്ടാക്കിയതുപോലെ ഗോവയിൽ വൈകുന്നേരം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് നേരം പുലർന്നപ്പോഴേക്കും ഭൂരിപക്ഷമില്ല, BJP ഭൂരിപക്ഷം ഉണ്ടാക്കിയതുപോലെ, മണിപ്പൂരിൽ ചെയ്തതുപോലെ, അരുണാചലിൽ ചെയ്തതുപോലെ, മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ, ഇപ്പൊ ബീഹാറിൽ ആകെ ജയിച്ചത് കോൺഗ്രസിന്റെ 6 പേരാ. അവർ പോയി BJP ചേർന്നില്ലേ? ഇതാണ് രാജ്യം മുഴുവനുള്ള ചിത്രം. ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് കിരൺ റിജിജു പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോടും പറയുന്നത്. ജയിച്ച കോൺഗ്രസ്സുകാരാണ് എല്ലായിടത്തും കാലുമാറിയത്, തോറ്റവരല്ല കേട്ടോ. ബീഹാറിൽ തോറ്റ ഒരാളും കാലുമാറിയില്ല, ജയിച്ച 6 ആളും പോയി BJP ആയി. 32 ജയിച്ച അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് MLA-മാരിൽ 31 ആളും കാലുമാറി. കർണാടകയിൽ ജയിച്ച കോൺഗ്രസ് MLA-മാരാണ് BJP-യിലേക്ക് പോയത്. ഭൂരിപക്ഷം ഉണ്ടായിട്ടും നിങ്ങൾ ഓർക്കണം, ഗവൺമെന്റ് അവർക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ MLA-മാർ കാലുമാറിയപ്പോൾ അവരുടെ ഭൂരിപക്ഷം BJP-ക്കായി. ഗോവയിൽ കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ടും വിലക്കെടുക്കാൻ പറ്റി. അവിടെയൊന്നും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലാതായിരുന്നിട്ടും സർക്കാർ രൂപീകരിച്ചു. പക്ഷെ കേരളത്തിൽ അപ്പോൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ പ്രതീക്ഷ അതിൽ മാത്രമാണ്. കോൺഗ്രസിലാണ് പ്രതീക്ഷ. കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചാണ് പറയുന്നത്. അക്കൗണ്ട് പൂട്ടിച്ചവരാ ഞങ്ങള്. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതേ ഞങ്ങളാണ്. ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ? പൂട്ടിയ അക്കൗണ്ട് BJP-ക്ക് തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് ഷെയർ താഴെ പോകും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ താഴെ പോയി, ഇനിയും താഴെ പോകും. പടവലങ്ങ പോലെയാണ് BJP-യുടെ വളർച്ച. പക്ഷേ അവർ വലിയ ആത്മവിശ്വാസത്തോടു കൂടി, ഏറ്റവും കുറഞ്ഞത് 5 or 6 സീറ്റുകളെങ്കിലും നേടാമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സര രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെയായിരുന്നു അവകാശവാദങ്ങൾ? അവസാനം എന്താ സംഭവിച്ചത്? കയ്യിലുണ്ടായിരുന്ന പന്തളം പോയില്ലേ? 1/2 ഡസനിലേറെ പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? കോർപ്പറേഷൻ പിടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സഹായത്തോടു കൂടി പിടിച്ചു എന്നൊഴിച്ചു നിർത്തിയാൽ അതിൽ തന്നെ വോട്ട് കൂടുതൽ ആർക്കാ? ഇടതുപക്ഷത്തിനാണ്. ഇവിടെ ഇടതുപക്ഷത്തിനാണ്. അതൊഴിച്ചു നിർത്തിയാൽ BJP-ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമാനിക്കാൻ എന്തുണ്ട്? പെർസെന്റേജ് ഗണ്യമായി താഴെ പോയില്ലേ? BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർക്ക് സാധ്യതയുള്ള ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോജിപ്പ് മറ്റു മുന്നണികൾ തമ്മിൽ ഉണ്ടാകുമോ? ഏതർത്ഥത്തിലും തോൽപ്പിക്കണം എന്നതാണ് സച്ചിദാനന്ദനെ പോലെയുള്ളവർ സൂചിപ്പിച്ചത്. നോക്കൂ, BJP കേരളത്തിൽ അങ്ങനെ ഗൗരവമുള്ളൊരു ഭീഷണിയല്ല തെരഞ്ഞെടുപ്പിൽ. ഒറ്റ കാര്യം, കോൺഗ്രസ് നിന്ന് ആൾ പോയില്ലെങ്കിൽ, തൃശ്ശൂരിൽ നമ്മുടെ അനുഭവം നമ്മുടെ മുൻപുണ്ടല്ലോ. 86,000 വോട്ടല്ലേ കോൺഗ്രസിന്റെ കുറഞ്ഞത്, 75,000 വോട്ടിനല്ലേ BJP ജയിച്ചത്. അങ്ങനെ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. കോൺഗ്രസ് BJP ഇപ്പോ യോജിച്ചു നിൽക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമിത്ഷാ പ്രഖ്യാപിച്ചു, ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ തുറച്ചു നീക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഇപ്പൊ അവരധികാരത്തിൽ വരുന്ന പ്രതീക്ഷിച്ചിട്ടല്ലോ. കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ കോൺഗ്രസിനെ BJP ആക്കാന്നാണ് അമിത്ഷാ കരുതുന്നത്. അമിത്ഷാ ആണല്ലോ ഈ വിലക്കെടുക്കുന്നതിന്റെ മുഴുവൻ ആള്. കർണാടകയിലെ ഓപ്പറേഷൻ ലോട്ടസിന്റെ ബുദ്ധികേന്ദ്രരായിരുന്നു അമിത്ഷായിരുന്നു. അമിത്ഷാ പറയുന്നത് ഇടതുപക്ഷത്തെ കോൺഗ്രസിനെ സഹായിച്ച് തോൽപ്പിക്കുക, കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ BJP ആക്കാം. അതാണ് തിയറി. MP രാജേഷ് തൃത്താലയിൽ നിന്ന് തന്നെ ആയിരിക്കുമോ ജനവിധി നേടുക? ആ കാര്യം പറയാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്കും പറ്റില്ല. ഓരോരുത്തരും എവിടെ മത്സരിക്കുന്നത്, ഞങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളല്ല, പാർട്ടി പ്രഖ്യാപിക്കും. മത്സര രംഗത്തുണ്ടാകുമോ? അതും പറയാൻ പറ്റില്ല, അതും പാർട്ടി പ്രഖ്യാപിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളം ഉറ്റുനോക്കിയ മണ്ഡലം എന്ന് തന്നെ പറയാം തൃത്താല. അവിടെ ആ രീതിയിലുള്ളൊരു മത്സരമാണ് കാഴ്ചവെച്ചത്. VT ബൽറാം ആയിരുന്നു താങ്കളുടെ എതിരാളി. VT ബൽറാം ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് വീണ്ടും മത്സരിക്കും, അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF-ന് അവിടെ ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന നിലയിൽ അടിത്തറ വിപുലീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. തൃത്താലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം, പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രി, ഇങ്ങനെ
അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പിന്നെ പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ ജലസംരക്ഷണം, കൃഷി, ഈ മേഖലയിലെല്ലാം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഞങ്ങൾ പക്ഷേ പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. അത് ജനങ്ങളോട് വിശദീകരിക്കുന്നതോടുകൂടി LDFന്റെ ആര് മത്സരിച്ചാലും വിജയിക്കും. പക്ഷെ 20 വർഷത്തിനിപ്പുറം തൃത്താല പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട സാഹചര്യം കൂടിയുണ്ട് LDF. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലത് മാത്രം കേൾക്കുകയും ചിലത് മാത്രം കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേ തൃത്താലയിലെ പരുതൂർ പഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചത് കണ്ടില്ല. കാര്യമായ പ്രശ്നമുണ്ട് കാഴ്ചക്ക്. പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അല്ല, ഒന്ന് LDF നഷ്ടപ്പെട്ടു, ഒന്ന് UDF നഷ്ടപ്പെട്ടു. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പറഞ്ഞത് ഭാഗിക യാഥാർത്ഥ്യമാണ്. രേണുക പറയുന്നത് ഭാഗിക യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF അല്ലേ? ഏത് പഞ്ചായത്ത്? തൃത്താല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഭാഗിക യാഥാർത്ഥ്യമാണ്. പരുതൂർ പഞ്ചായത്ത് കഴിഞ്ഞുകൊണ്ട് UDF ഭരിച്ചത് ഇപ്പൊ ഭരിക്കുന്നത് ഞങ്ങളാണ്. അത് നമ്മൾ ചേർത്താലേ പൂർണ്ണ സത്യമാവും. പിന്നെ പൂർണ്ണ സത്യം ജനങ്ങൾ അറിയരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പകുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MP രാജേഷ് അല്ലാതെ പാതി സത്യം മാത്രം പറയാതെ പൂർണ്ണ സത്യം പറയാൻ ശീലിക്കും. MP രാജേഷ് അല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ VT ബൽറാമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? LDF സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും ജയിക്കും. കാരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യാറ്. മികച്ച പ്രവർത്തനം, സർക്കാർ വലിയ നേട്ടങ്ങളാണ് തൃത്താലയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. സരസ് മേള നടത്തി ക്രിക്കറ്റ് ലീഗിൽ ഇറങ്ങി ബാറ്റ് ചെയ്തൊക്കെ അവിടെ ഗ്രൗണ്ട് ഉറപ്പിക്കാൻ MP രാജേഷ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്രമാത്രം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് MP രാജേഷ് എന്ന് വാർത്തയുണ്ട്. ക്രിക്കറ്റൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കളിക്കാൻ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന അത്യാവശ്യം കളിക്കാൻ അറിയാം, ഫുട്ബോളും അറിയാം. അത് മറ്റേ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അത് ചിലപ്പോൾ ഞാനവിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സമ്മാനം കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഒന്ന് ബാറ്റ് ചെയ്യാമോ എന്ന് വെച്ചു, ഒരു ബോളൊന്ന് കളിക്കുമെന്ന് വെച്ചു. കളിച്ചപ്പോൾ ആവേശമായി ഒരു ഓവർ മുഴുവൻ കളിച്ചു, അതിലൊരു സിക്സറും അടിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക രക്തത്തിലുള്ളതായത് കൊണ്ടാണ്. സരസ്മേള വലിയ സംഭവം തന്നെയായിരുന്നു. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് 10 ദിവസം കൊണ്ട് അവിടെ അതിൽ പങ്കെടുത്തു പോയത്. വലിയ ഒരു അനുഭവമായിരുന്നു. ഒരു പ്രഡിക്ഷൻ, തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ MP രാജേഷ് നടത്തുന്നത് എങ്ങനെയായിരിക്കും? 110 സീറ്റ് കിട്ടും. 110 സീറ്റ് ഞങ്ങളൊരു പരിശോധനയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കേരളത്തിൽ LDFന് ജയിക്കാൻ കഴിയുന്ന 110 സീറ്റ്. ജയിക്കുക ദുഷ്കരമായിട്ടുള്ളത് ഒരു 30 സീറ്റേ ഉള്ളൂ.